ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 43-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ബിഗ് ബോസ് ഹൗസിനകത്ത് ഇന്നത്തെ ദിവസം വളരെ ശുഭകരമല്ലാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. രാവിലെ തന്നെ 8 മണിയായ സമയത്ത് എല്ലാവരെയും ഉറക്കമുണർത്താനായിട്ട് ഒരു മധുരക്കിനാവിൽ ലഹരിയിലെങ്ങും ആ പാട്ടാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും ആ പാട്ടും ഡാൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിബിൻ അതുപോലെ തന്നെ ശ്രീരേഖയ്ക്ക് ഡിസ്കസ് ചെയ്യുന്നു. ശ്രീരേഖ പറഞ്ഞു, താങ്കൾ പവർ ടീമിൽ എന്താണോ പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവരാൻ വെച്ചത് അത് ഞാനിവിടെ പ്രാവർത്തികമാക്കുമെന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് വയ്യ ചേച്ചി, സായി അവിടെ വരുന്നുണ്ട്. അപ്പോൾ സായിയോടായിട്ട് പറയുന്നത് എനിക്കിവിടെ പറ്റുന്നില്ല, ഞാനിവിടെ ഭയങ്കര നെഗറ്റീവ് എനർജി അടിക്കുന്നുണ്ട്, എനിക്കിവിടെ നിന്ന് പോകണം എന്ന രീതിയിൽ രാവിലെ എന്താ പറയേണ്ട എനിക്ക് രാത്രി ഒന്നും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, എനിക്ക് വയ്യ എന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്നു. പക്ഷെ നമ്മുടെ പൂജയ്ക്കും വയ്യാതായി കേട്ടോ. കാലിന് ആദ്യം ചെറിയ വേദന എന്ന് പറഞ്ഞാൽ ആദ്യം ഡോക്ടറെ കാണിച്ചു. പക്ഷെ അത് കൂടി വരികയായിരുന്നു. ഫുൾ എന്താ പറയേണ്ടത്, കരച്ചിലും എന്താ പറയുക, വേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. സിബിൻ വന്ന് പറഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക എന്ന രീതിയിൽ എന്തായാലും പവർ റൂമിനകത്ത് നമ്മുടെ പൂജ കടന്ന് കരയുന്ന രംഗമാണ് കാണുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യ പറഞ്ഞ്, കരയാതിരി മോളെ, കരയാതിരി എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്ര വേദന വന്നാലും പ്രത്യേകിച്ചും നമുക്ക് നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാകുമ്പോൾ ഒരു കരച്ചിൽ തന്നെ ആയിരിക്കുമല്ലോ വേദന കൊണ്ടിട്ടുള്ളത്. ഈ സമയം നമ്മുടെ ശ്രീരേഖയും ഋഷിയും സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, നീ ആദ്യം ഒരു ഭയങ്കര ഡൗൺ ആയിരുന്നു, പക്ഷേ ഇപ്പം നീ ഗെയിമിലൊന്നും ഓണായി വരുന്നുണ്ടെന്ന രീതിയിൽ ഗബ്രി സായി സിബിൻ സംസാരിക്കുന്നു. അപ്പോൾ ഗബ്രി നമ്മുടെ ഇവിടെ ആർക്കും കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എങ്ങനെ കളിക്കണമെന്നുള്ളത് അത് നമ്മുടെ ചോയ്സാണ്, നീ അതൊന്ന് നെവർ മൈൻഡായിട്ട് എടുത്താൽ മതി, നല്ല മെൻ്റലി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുമ്പോൾ ഓക്കെ ആവുമെന്ന രീതിയിൽ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ സമയം നമ്മുടെ അഭിഷേക് ശ്രീകുമാറും ജിൻഡോയും പൂജയും ഒന്ന് കസാരയിൽ എടുത്തിരുത്താൻ നോക്കുന്നുണ്ട്, ഒന്ന് ടോയ്ലറ്റ് വാഷ്റൂം പോകാനായിട്ട്, പക്ഷേ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബെഡിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സമയം എല്ലാവരെയും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഈ സമയം നമ്മുടെ സിബിനാണെങ്കിൽ ഭയങ്കര മെൻ്റലി ഡൗൺ ആയി. കാരണം വെച്ചാൽ സിബിന് ഈ ഹൗസിനകത്ത് നല്ല പൂജ, നല്ല സപ്പോർട്ടും, അവർ തമ്മിൽ എന്താ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നല്ലതായിരുന്നു. പക്ഷേ പൂജയും ഇല്ല. പിന്നെ ഇന്നലെ ആളേട്ടനും വന്ന് ഒത്തിരി പറഞ്ഞു, നിനക്ക് ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ രീതിയിൽ ചോദിച്ച സമയത്ത് ഒരു മെൻ്റലി ഡൗൺ ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പ്ലീസ് ബിഗ് ബോസ് എന്നെ തൊഴുത് പറയാം, എന്നെ ഇവിടുന്ന് പുറത്താക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്യുക, എന്നെ ആ ഒരു രീതിയിൽ എന്നെ ഇവിടെ ആക്കരുത്, നിങ്ങൾ എന്നെ പറഞ്ഞു വിടണമെന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. കൺവെൻഷൻ റൂമിൽ വരെ സിബിൻ ഓടിയാണ് പോയത് കേട്ടോ, മയക്കും കയ്യിൽ ഊരി പിടിച്ച്. വല്ലാത്തൊരു ഭ്രാന്തമായൊരവസ്ഥയില്ല, അതുപോലെ ഒരു അവസ്ഥ തന്നെയായിരുന്നു സിബിൻ. ഈ സമയം നമ്മുടെ അപ്സര പിന്നെ പവർ ഹോമിനകത്ത് കയറാൻ പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ പൂജ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാവരെയും ബ്ലൈൻഡ് സിറ്റ് മൂടിയതിന് ശേഷം ഡോക്ടേഴ്സ് അവിടെ കടന്നു വന്നു. അങ്ങനെ ഡോക്ടേഴ്സ് സ്ട്രക്ചറിലാണ് നമ്മുടെ പൂജേനെ ഫർദർ ചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഹൗസിലെ മറ്റ് അംഗങ്ങളെല്ലാം ഭയങ്കര ഷോക്ക്ഡാണ്. കാരണം ഒന്ന് സിബിൻ മെൻ്റലി ഡൗണായി, പൂജ പവർ ടീമിൽ നിന്ന് 2 പേരാണ്, രണ്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈൽഡ് കാർഡ് എൻട്രീസ് ഒന്നുമില്ല, നല്ല സ്ട്രോങ് പ്ലെയർ തന്നെയാണ്. 2 പേരുടെയും എന്താ പറയേണ്ട ഒരു വിഷമാവസ്ഥ തന്നെ. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നിങ്ങളിത് കാണുന്ന സമയത്ത് സിബിൻ കിട്ടിയതെന്നൊക്കെ പറയുന്നുണ്ട്, എന്തായി തീരുമെന്നൊരു പിടിയില്ല. അങ്ങനെ ഞാനും ഒരു വിഷമാവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സിബിനെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് പറ്റുന്നില്ല, ഞാനിവിടെ മെൻ്റലി ഡിസ്റ്റർബ് ആണ്, ഇവിടുത്തെ ക്യാമറ, സൗണ്ട്, നോറയുടെ വോയിസ് അങ്ങനെ അതായത് എല്ലാവരുടെയും എനിക്ക് പറ്റുന്നില്ല. നമുക്കൊരു മനസ്സിന് താങ്ങാത്ത ഒരു വിഷം വരുന്ന സമയത്ത് നമുക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരേഖയും അൻസീബയും അതുപോലെ തന്നെ ഋഷിയൊക്കെ സംസാരിക്കുന്നു. ഇവിടെ പൂജയും പിന്നെ അതുപോലെ സിബിനും 2 പേരും വഴിയാത്തൊരവസ്ഥയിലായിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഹൗസിലെ മെമ്പേഴ്സൊക്കെ ഡൗൺ ആണ് കേട്ടോ. ഈ സമയം പവർ ടീമിലുള്ള ആൾക്കാരെ നമുക്ക് തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ബാഡ്ജ് കൈമാറണം. അതായത് നമ്മുടെ പുതിയ ക്യാപ്റ്റനെ ശ്രീധുവിനെ ബാൻഡ് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഹാപ്പി ആയിട്ട് തന്നെ ജിൻ്റെ ഫുൾ സപ്പോർട്ട് ശ്രീധുവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു, ശ്രീധുവിനൂടെ എന്താണ് പുതിയ മാറ്റങ്ങൾ? അപ്പോൾ ശ്രീധു പറഞ്ഞു, അങ്ങനെ പുതിയ മാറ്റങ്ങളൊന്നുമില്ല സാർ, പഴയത് തന്നെയാണ്. എന്നാൽ കുറച്ചും കൂടി, അതായത് ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ആരും ഇവിടെ പിന്നെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ പവർ ടീമിനോടൊപ്പം നിന്ന് ഞാൻ സഹകരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ മീറ്റിംഗ് വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇനി പവർ ടീമിനകത്ത് ഇപ്പോൾ ആരൊക്കെ ഉള്ളത്? ശ്രീരേഖയും അതുപോലെ തന്നെ ശരണ്യ, ഋഷി മാത്രം 3 പേരേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പവർ ടീമിൽ മത്സരിക്കുക അല്ലെങ്കിൽ പവർ ടീമിലേക്ക് കയറാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട്, അവർ എണീക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മുടെ നന്ദനയും അതുപോലെ തന്നെ അഭിഷേക് ജയദേവ് എണീറ്റ് നിന്നു, പിന്നെ ജിൻഡു എണീറ്റു, പിന്നെ ലാസ്റ്റ് 4-മതാണ് ഗബ്രി എണീറ്റ് കേട്ടോ. അത് നമ്മൾ അർജുൻ്റെ സപ്പോർട്ടിലാണ് പറഞ്ഞിട്ടാണ് ഗബ്രി എണീക്കുന്നത് തന്നെ. അപ്പോൾ ഇതൊന്നും നമ്മുടെ സിബിനെ ബാധിക്കുന്നില്ല. സിബിൻ പുറത്ത് തന്നെയാണ്, ഇങ്ങനെ ഒരു മൂലയിലിരുന്ന് ഇങ്ങനെ ചിന്താമഗ്നനായിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ജാസ്മിൻ കടന്നു വരുന്നു. ഞാൻ ഒത്തുപോലെ ഇരുന്നോട്ടാ,
എൻ്റെ കാരണമാണോ സിബിൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇല്ല മോളെ, അങ്ങനെയൊന്നും എനിക്കൊരു ഇതുമില്ല. പക്ഷേ ഞാൻ കുറച്ച് മുമ്പേ ഞാൻ ഭയങ്കര ഒരു ഡ്രോബാക്കിൽ പോയതാണ്, ഒരു ട്രോമ സിറ്റുവേഷനിൽ പോയതാണ്. പക്ഷേ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന രീതിയിൽ എനിക്ക് ആരോടും പരാതിയില്ല എന്ന രീതിയിൽ സിബിൻ ജാസ്മിനായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും ലിവിങ് റൂമിൽ ഇരിപ്പുണ്ട്. അതായത് അവർ ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ടുണ്ട്. ഒരു ഗെയിം പോലെയാണ് കേട്ടോ. നമ്മുടെ ജിൻഡോയും പിന്നെ അതുപോലെ തന്നെ അഭിഷേക് ജയദേവ്, നന്ദിനിയും ഗബ്രിയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് വിശാലാക്ഷിയുടെ മകളുടെ മകൻ കോമളാങ്കൻ ആടുകളെ പശുക്കളെ കൊണ്ട് മേയ്ക്കാൻ പോയപ്പോൾ ആനയെ കണ്ട് വരണ്ടോടി, അങ്ങനെ ഒരു കഥയാണ്. അപ്പോൾ ആ കഥ കേട്ടിട്ട് നമ്മളെ ഗബ്രിയാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ ഗബ്രി ആദ്യം നമുക്കൊരു കഥ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ മൈൻഡിൽ തങ്ങി നിൽക്കും. അപ്പോൾ ഗബ്രിയാണ് ഫസ്റ്റിൽ വിളിക്കുന്നത്. പക്ഷേ ഗബ്രിയാണ് ലാസ്റ്റിൽ എണീറ്റത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം നന്ദനയോ അല്ലെങ്കിൽ അഭിഷേക് ജയദേവിനോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. എന്തായാലും ഗബ്രിയോടാണ് ചോദിച്ചിരിക്കുന്നത്. ഗബ്രി 3 ആൻസർ പറഞ്ഞു. നന്ദനി അഭിഷേക് ജയദേവും 2 പറഞ്ഞത്. നമ്മുടെ ജിൻഡോ ആണെങ്കിൽ പിന്നെ എന്താണ് ഈ വിശാലാക്ഷിയുടെ മകളുടെ മകനാണ് കോമളാങ്കൻ. അപ്പം ജിൻഡോട് ചോദിച്ചു കോമളാങ്കൻ്റെ ആരാണ് വിശാലാക്ഷി? അപ്പം ജിൻഡോ പറഞ്ഞു ഭാര്യയാണെന്ന്. അപ്പോൾ എല്ലാവരും കൂടി ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അഭിഷേക് ജയദേവ് നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും 2 പോയിന്റ് വീതമാണ് നന്ദനയ്ക്ക് അഭിഷേക് ജയദേവിന് കിട്ടിയത്. ഗബ്രിയാണ് പവർ ടീമിൽ കയറിയിരിക്കുന്നത്. പിന്നെ അതിനുശേഷം പവർ ടീമിലുള്ളവരെ പൂക്കളൊക്കെ വിതറി അവരെ ഒന്നും ആനയിക്കണമല്ലോ. അപ്പോൾ ആ ഒരു ചടങ്ങാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടാട നാക്കുമുക്കി ആ പാട്ടൊക്കെ പാടിയിട്ടാണ് ഹൗസിലുള്ള മറ്റ് അംഗങ്ങൾ പവർ ടീമിലുള്ള ആൾക്കാരെ ആനയിച്ച് പവർ ടീമിലേക്ക് വിട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ശരണ്യ വന്ന് പറഞ്ഞു, നമ്മൾ പവർ ടീമിലുള്ള എല്ലാവരും പുതിയ എന്താ പറയുന്നത്, നമുക്ക് എല്ലാവരും ഈ ഒരാഴ്ച നല്ല ഹാപ്പി ആയിട്ട് പോകണം. അപ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും എന്ന രീതിയിൽ തന്നെയാണ് പവർ റൂമിലുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. അതിനുശേഷം ജാസ്മിനും ഗബ്രി ഒരു ഇഷ്യൂസ് സംസാരിക്കുന്നു. നീ എന്താ എന്നെ അവോയ്ഡ് ചെയ്ത്? മുമ്പൊക്കെയാണ് നീ എന്നെ എപ്പോഴും ഹഗ് ചെയ്യുമായിരുന്നു, ഇപ്പം അങ്ങനെയില്ല, നീ ഒരു 4-1 പോലെ എൻ്റെ അടുത്ത് ഇഷ്ടമില്ല എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നു. ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് ഗബ്രി വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സിബിൻ നന്ദന വന്നിട്ട് സിബിനോട് ചോറ് കഴിക്കുക വാ എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അവിടെ വന്ന് ശ്രീതു ഇൻറ്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ലൈവിൽ ഇച്ചിരി ഒരു പ്രശ്നത്തിൽ നന്ദന സംസാരിക്കുന്നു. എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ സിബിൻ ഇങ്ങനെ കണ്ടോ ഈ മൊത്തം ഇങ്ങനെ കറങ്ങണം, അങ്ങനെ എങ്ങനെ പുറത്ത് ചാടാവുന്ന രീതിയിൽ അത് നോക്കുവാണ്. അവസാനം സിബിൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാനത് മൈക്ക് ഇവിടെ ഊരി വയ്ക്കുകയാണ്, എനിക്ക് ഈ ഷോയിൽ തുടരാൻ പറ്റില്ല എന്ന രീതിയിൽ തന്നെയാണ് സിബിൻ പിന്നെ മൈക്ക് ഊരി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും സായിയും അവരൊക്കെ വന്ന് സംസാരിക്കുന്ന ഈ സമയം എന്താ പറയണ്ടത്, കുറച്ച് ദിവസം വരാത്ത നമ്മുടെ CID ആയിട്ടുള്ള രാംദാസോടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ലാലേട്ടൻ വന്ന് ചോദിക്കുന്നത് എന്താണ് ഇവിടെ നോക്ക് എന്താ സംഭവം, ഇങ്ങോട്ട് നോക്കിയേ, ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്? എനിക്കറിയാം, നിങ്ങളിത് ആലോചിച്ചില്ലേ, ഒന്ന് ആലോചിക്കൂ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷമിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് രാംദാസ് വന്നപ്പോൾ കണ്ടസ്റ്റൻ്റ് എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ നമ്മുടെ സിബിൻ കടന്നു വന്നിട്ട് പറയാൻ എനിക്ക് ഈ ഷോയിൽ തുടരാൻ പറ്റില്ല, എനിക്ക് ആരോടും പരാതിയില്ല, പക്ഷെ ഞാൻ കാരണം നിങ്ങളുടെ ലക്ഷറി പോയിൻ്റോ അതൊന്നും ഞാൻ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് ഈ ഷോയിൽ നിന്ന് കിട്ടിയത് പോയാണ്, ഐ കാൺ ഡൂ ദിസ് എന്ന രീതിയിൽ തന്നെയാണ് സിബിൻ പിന്മാറിയത്. അങ്ങനെ കൺവെൻഷൻ റൂമിൽ വീണ്ടും വിളിക്കുന്നുണ്ട്. ഒരു സൈക്കാട്രിസ്റ്റ് സേവനമാണെങ്കിൽ ഞങ്ങൾ തരാം, കുറച്ച് സമയം വെയിറ്റ് ചെയ്യും, സിബിൻ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരിക്കുമെന്ന രീതിയിൽ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയത്തേക്ക് നമ്മുടെ സിബിനെ കാണിക്കുന്നില്ല. പിന്നെ പവർ ടീമിലുള്ള ഡിസ്കഷനാണ്, ഓപ്പൺ നോമിനേഷൻ ആണല്ലോ, അതാണ്. അപ്പോൾ ആരെ നോമിനേറ്റ് ചെയ്യണമെന്ന രീതിയിൽ അപ്പോൾ അവർ വന്നിട്ട് റസ്മിനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളെ ജയിലിനകത്ത് നോറയ്ക്കും അതിൽ ജാസ്മിനും ജയിൽ ഫുഡ്, അതായത് പവർ ടീമുകാരുടെ ഫുഡാണ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു റീസൺ വെച്ചിട്ട് റസ്മിനെയാണ് ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും വിചാരിച്ചു ഓപ്പൺ നോമിനേഷൻ ആയിരിക്കുമെന്ന്. പക്ഷേ എന്താ പറയേണ്ടത്, കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ടാണ് എല്ലാവരും സീക്രട്ടായിട്ടാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഋഷി പോയതിനു ശേഷം അയ്യോ ബിഗ് ബോസ് ഇനി ഒരാളെ കൂടെ ഉണ്ടല്ലോ എന്ന രീതിയിൽ, അയ്യോ ഞാൻ മറന്നുപോയി ബിഗ് ബോസ്, സത്യത്തിൽ ഞാൻ മറന്നുപോയി, ഋഷി സിബിനെ വിളിച്ചിട്ട് വരുമെന്ന രീതിയിൽ സിബിൻ വരുന്നുണ്ട്. സിബിൻ വന്ന് അഭിഷേക് ജയദേവിനെയും അർജുനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ രംഗം അവിടെ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ റസ്മിനുണ്ട് ഒരു സ്പോൺസർ ടാസ്ക്കാണ് KP നമ്പൂതിരീസ്. അപ്പോൾ നല്ല ദന്ത സംരക്ഷണം, ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പല്ലിനെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് ആരാണെന്ന രീതിയിൽ എല്ലാവരും ഓൾമോസ്റ്റ് നമ്മുടെ അഭിഷേക് ശ്രീകുമാരാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റോർ റൂമിനകത്ത് ഒരു പിന്നെ മൊമെൻ്റ് ട്രോഫിയും ഉണ്ടായിരുന്നു, അവരുടെ ഒരു ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ശ്രീതു വന്നിട്ട് ക്യാപ്റ്റൻ വന്നിട്ട് അഭിഷേക് ജയദേവിന് അഭിഷേക് ശ്രീകുമാറിൻ്റെ കൈമാറി കേട്ടോ. AJ AS തിരിഞ്ഞു പോകും. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ അപ്പോൾ പറഞ്ഞ് എല്ലാവരും നിങ്ങൾ പല്ലുകളൊക്കെ നന്നായിട്ട് തേച്ച് വയ്ക്കൂ, എല്ലാവരും നല്ലോണം പല്ല് തേക്കുക എന്ന് പറഞ്ഞിട്ടാണ് എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അടുത്ത് BB+ ആണ്. BB+നകത്ത് രാവിലത്തെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നോറയ്ക്കാണ് ഭയങ്കര ഇവിടെ ആരും ഒരു എന്താ പറയേണ്ടത് നന്നായിട്ട് കളിക്കുന്നല്ല, ഒരു എന്താ പറയേണ്ടത് ഇവിടെ ആരും ഇല്ല, നല്ല നിലപാടുള്ള വ്യക്തി ആരുമില്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അഭിഷേക് ജയദേവ് ചോദിച്ചു നീനെ എന്താ മറ്റുള്ളവർ നോക്കും, നിനക്കും ഗെയിം കളിച്ചാൽ പോരെ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ രാവിലത്തെ അതായത് നമ്മളെ രാവിലെ നടന്ന കാര്യങ്ങളാണ് പിന്നെ BB+ൽ കാണിക്കുന്നത്. നമ്മളെ സിബിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. അതായത് സിബിന് നെഞ്ചുവേദന എടുക്കുന്നു എന്നുള്ള രീതിയിൽ സായി മയക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിബിൻ്റെ പിന്നെ ഡോക്ടേഴ്സ് വന്നിട്ട് ചോദിക്കുന്നു എവിടെയാണ് വേദന എന്താണെന്നുള്ളത്. കാരണം ടെൻഷനാണല്ലോ, ഉറക്കമില്ല,
ഗ്യാസ് പ്രോബ്ലം, ഫുഡ് കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിക്കുന്നില്ല. അപ്പോൾ അതിൻ്റേതൊക്കെ ഇഷ്യൂസ് കാരണം അങ്ങനെ നമ്മുടെ സിബിനെ ഡോക്ടേഴ്സ് വന്ന് പരിശോധിക്കുന്ന ആ രംഗമാണ് കാണുന്നത് കേട്ടോ. എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ബിഗ് ബോസിൻ്റെ ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് ഫുൾ ഇങ്ങനെ ആയിപ്പോയി, ഒരു സാഡ് മൊമെൻറ്റിൽ തന്നെ. ഇതിനിടയ്ക്ക് നമ്മുടെ റസ്മിനും പിന്നെ അർജുനും വന്നിട്ട് അപ്സരയോട് കാര്യങ്ങളൊക്കെ തരും, എന്താ അർജുനോട് പിണക്കം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ നമ്മൾ വീട്ടിലെ കുട്ടികളൊക്കെ സംസാരിക്കില്ല, അവൾ എന്നോട് മിണ്ടിയില്ല, നിങ്ങൾ എന്നെ പിന്നെ നന്ദിനിയുടെ കേക്ക് കെട്ടിയ സമയത്ത് എന്നെ ബാത്റൂമിൽ ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കരുത്, എന്നെ വിളിച്ചില്ല, അങ്ങനത്തെ രീതിയിലൊക്കെ ചെറിയ ഇഷ്യൂസൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ശ്രീത് വന്നിട്ട് പറയുന്നത്, സാർ സിബിൻ ചേട്ടൻ ഫുഡ് പോലും കഴിക്കുന്നില്ല, അപ്പോൾ നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കണം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ അർജുനും നമ്മളെ ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ അർജുനും ശ്രീതുക്ക് എന്ത് ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത് എന്ന രീതിയിൽ അവരെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവരുടെ ലക്ഷറി പോയിൻ്റാണ്, ഇവരുടെ ഹൗസിലുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ. 2600 പ്ലസ് ലാലേട്ടം കൊടുത്തിരിക്കുന്ന ഒരു 3600 പക്ഷേ അവർക്ക് കറക്റ്റ് ഒരു 3600 പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ. 2000 സംതിങ്ങിനാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പവർ ടീമിൽ നിന്ന് നമ്മൾ പുറത്തുനിന്ന് അപ്സരയാണ് വന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടിട്ട് നമ്മുടെ സിബിൻ അകത്തേക്ക് വരികയാണ്. അങ്ങനെ എല്ലാവരും ഓടി, നമ്മൾ അന്നത്തെ കുട്ടി ഓടിപ്പോയി ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും സംസാരിച്ചു. അപ്പോൾ സിബിൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കാം ഒരാഴ്ച, പ്രേക്ഷകർ പറയുവാണെങ്കിൽ അവർക്ക് പോകാൻ പറയുകയാണെങ്കിൽ ഞാൻ പോകാമെന്ന രീതിയിൽ. അപ്പോൾ ജിൻഡോയും പറഞ്ഞ് നിൽക്കണം, 30 ദിവസം എനിക്ക് വേണ്ടി ഇവിടെ നിൽക്കണം എന്ന രീതിയിലൊക്കെ ജിൻഡോയും സിബിനോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സിബിനും സായിയും അതുപോലെ തന്നെ ശരണ്യയും അഭിഷേക് ശ്രീകുമാറും കൂടി ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ സമയം ശ്രീതു ഇക്കിൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഒരുപാട് കള്ളത്തരം ചെയ്യുന്നതുകൊണ്ടാണ് ഇക്കിൾ എടുക്കുന്നത്. അപ്പോൾ ശ്രീതു ചോദിച്ചു, അപ്പോൾ ഇയാൾക്ക് പനിയോ, അപ്പോൾ അത് കള്ളത്തരം ചെയ്തിട്ടാണോ? ഈ രീതിയിൽ പറഞ്ഞിട്ടാണ് BB+ തീരുന്നത്. പിന്നെ എന്താ പറയണ്ടത്, ശരണ്യ നമ്മളെ അതുപോലെ തന്നെ സായിയായിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഡെന്നിലുള്ള പ്രശ്നം എടുത്തിട്ടുണ്ട്, ഡെന്നി ലോക്കൊക്കെ ചെയ്തില്ലേ, ആ ഒരു പ്രശ്നത്തൊക്കെയാണ് സായിയോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് നടന്നത്. എന്തായാലും സുഖകരമല്ലാത്ത കാര്യങ്ങളാണ് നാളെ കാണുന്നത്. സിബിൻ ഗെറ്റ് ചെയ്തെന്നാണ് എല്ലാവരും പറയുന്നത്. എന്താണ് ഏതാണ്, ഞാൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ എപ്പിസോഡിൽ എന്താണ് കാണിക്കുന്നത് അതാണ് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ എപ്പിസോഡും ഞാൻ വരാം. അതുവരെ നിങ്ങൾ ഇവിടെ പറയുന്നു, വിജി രമേശ്. ബൈ.